അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹത്തുല്ലാബ് കൈഫ ഹാലുക്കും ബിഖൈർ അൽഹംദുലില്ലാഹ് മർഹബൻ ബിക്കും ഇല സഫി സാദിസ്. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ അറബിക്കിൻ്റെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. നമ്മൾ അവസാനമായി എടുത്തിരുന്നത് 2ാമത്തെ യൂണിറ്റിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇനി എടുക്കുന്നത് അൽ വഹ്ദത്തു സാലിസ, 3ാമത്തെ യൂണിറ്റാണ്. 3ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് അൻത അഹഖു ബിഹാദിഹിൽ ഹദിയ്യ, താങ്കളാണ് ഈ സമ്മാനത്തിന് ഏറ്റവും അർഹൻ. ഈ 3ാമത്തെ യൂണിറ്റിൻ്റെ മൗദു അതാണ്, വിഷയം അതാണ്. അതിൽ അമാമൽ മുദരിസ്, അധ്യാപകൻ്റെ മുന്നിൽ അൻത അഹഖു ബിഹാദിഹിൽ ഹദിയ്യ, താങ്കളാണ് ഈ സമ്മാനത്തിന് കൂടുതൽ അർഹൻ. യൗമുൻ സഈദുൻ, സന്തോഷ സുദിനം. ഫാത്തിഹു ഐനി, എൻ്റെ കണ്ണ് തുറപ്പിച്ചയാൾ. ഇങ്ങനെ 4 ഭാഗമായിട്ടാണുള്ളത്. ഇതൊരു മസ്റഹിയാണ്, അഥവാ ഒരു നാടകമാണ്. അതിൻ്റെ 4 രംഗങ്ങളാണ് ഇതിൽ വരുന്നത്. മൻളറുൻ ഊല, മൻളറു സാനി, മൻളറു അസാലിസ്, അൽ അറാബി, 3-4 ഭാഗങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ ആദ്യം ഒരു സൂറത്ത്, നറ ഹിന സൂറത്തൻ. ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. ആ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം ആദ്യം. ഇവിടെ നറ ഫിഹാദി സൂറ മുദരിസത്തൻ, ഒരു അധ്യാപികയെ കാണാം. അധ്യാപിക എന്ത് ചെയ്യുന്നു? കുട്ടിയെ മുകളിലേക്ക് സ്റ്റെപ്പ് ഇങ്ങനെ നടത്തിച്ചു കൊണ്ടുപോവുകയാണ്. ആ കുട്ടിയുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ അധ്യാപിക ചെയ്യുന്നത് എന്താ? നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ മുകളിലേക്കാണ് പോവുക. കുട്ടികളെയൊക്കെ കൈ പിടിച്ച് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഉയരങ്ങളിലേക്കുള്ള വെളിച്ചം വീശിത്തരികയാണ്. മാദ തറൗന ഫിസൂറ, ചിത്രത്തിൽ എന്ത് കാണുന്നു? നറ ഫിസൂറത്തി മുദരിസത്തൻ വ ദാരിസത്തൻ വ മദാരിജൻ കസീറ. ഒരുപാട് സ്റ്റെപ്പുകളും കാണാം, ഒരു അധ്യാപികയെ കാണാം, ഒരു പെൺകുട്ടിയെ, ഒരു വിദ്യാർത്ഥിനിയെ കാണാം. മാ റിസാലത്തു ഹാദി സൂറ, ഈ ചിത്രത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അറിവ്. അധ്യാപകർ ചെയ്യുന്നത് എന്താണ്? അവർ നിങ്ങളെ യർഫഉൽ മുദരിസൂന ഔലാദഹും, അല്ലെങ്കിൽ ദാരിസീന ഇലൽ ഉലിയ, അധ്യാപകർ വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിലേക്കാണ് ഉയർത്തുന്നത്. ഐന തദ്ഹബുൽ മുദരിസ, അധ്യാപിക എവിടേക്ക് പോവുകയാണ്? ഇലൽ ഉലിയ, മുകളിലേക്ക്. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കുട്ടികളെ. ഇനി 1ാമത്തെ ഭാഗം, ഇതിൽ അതിൻ്റെ ഒരു മുഖദ്ദിമ, ഈ പാഠഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ആമുഖം നോക്കിക്കോളൂ. അമാമൽ മുദരിസ്, അധ്യാപകൻ്റെ മുന്നിൽ. അസ്സലാമു അലൈക്കും അദ്ഖുൽ, ഇത് ചിത്രം കണ്ടാൽ അറിയാം, ഇതൊരു ക്ലാസ്സിലേക്ക് കയറുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ വാതിൽക്കൽ നിന്നിട്ടായിരിക്കും ഈ കുട്ടി ചോദിക്കുന്നത് അസ്സലാമു അലൈക്കും. അമാമൽ മുദരിസ് എന്നാണ് അധ്യാപകൻ്റെ മുന്നിൽ. അസ്സലാമു അലൈക്കും അദ്ഖുൽ, ഞാൻ പ്രവേശിക്കട്ടെ. ഇൽതഫത്തൽ മുദരിസു വദ്ദാരിസൂന നഹ്വ സൗത്ത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നേരം വൈകിപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വന്നാൽ അവിടെ നിന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ കിടക്കട്ടെ, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നോക്കും. അപ്പോൾ ഇൽതഫത്ത, തിരിഞ്ഞു നോക്കിയാൽ മുദരിസു വദ്ദാരിസൂന, മുദരിസ് അധ്യാപകനും വദ്ദാരിസൂന വിദ്യാർത്ഥികളും നഹ്വ സൗത്ത്, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഫഇദാ ഷഫീഖുൻ വാഖിഫുൻ ഇൻദൽ ബാബ്, അപ്പോഴതാ ഷഫീഖ് വാഖിഫുൻ ഇൻദൽ ബാബ്, വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നു. വഹുവ ഖജിലുൻ, അവന് കുറച്ച് നാണത്തിലാണ്, അതായത് കുറച്ച് മടിയോടെയാണ്, ലജ്ജയോടെയാണ് വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ. നേരം വൈകി വന്നതാണല്ലോ അവനങ്ങനെ നിൽക്കുന്നത്. അന്നഹു വസല ഇല സൊഫി മുതഅഖിറൻ കആദതിഹി, അവൻ എന്നും വൈകാറുണ്ട്, അതുകൊണ്ടാണ് അവന് മടി. അവൻ്റെ പതിവ് പോലെ ക്ലാസ്സിലേക്ക് മുതഅഖിറായിട്ടാണ് എത്തിയത്. മുതഅഖിർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ്. സൊഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളോടൊക്കെ പറയുന്നതാണ്. മർഹബൻ ഇല സൊഫി സാദിസ്, 6ാം ക്ലാസ് എന്നുള്ളതിന് നമ്മൾ സൊഫ് എന്ന് പറയുന്നുണ്ട്, സൊഫ് സാദിസ്. അതേപോലെ വസല ഇല സൊഫി മുതഅഖിറൻ കആദതിഹി, അവൻ്റെ പതിവ് പോലെ അവൻ ക്ലാസ്സിലേക്ക് വൈകിയാണ് എത്തിയത്, അതാണ് അവൻ നാളത്തോടെ വാതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. റദ്ദൽ മുദരിസു അസ്സലാം, അധ്യാപകൻ സലാം അടക്കി. വസഅല, എന്നിട്ട് ചോദിച്ചു. ലിമ തതഅഖറു ഹകദ കുല്ല യൗം, എന്താ ഇതുപോലെ എന്നും ഇങ്ങനെ ലേറ്റ് ആകുന്നത് എന്ന് അവനോട് ചോദിച്ചു. അമാ തഅരിഫു അഹമ്മിയത മുവാളബത്തുൽ ഔഖാത്ത്, നിനക്ക് സമയത്തിൻ്റെ വിലയെക്കുറിച്ചൊന്നും അറിയില്ലേ? അമാ തഅരിഫു അഹമ്മിയത
മുവാലബത്തുൽ ഔഖാത്ത്, സമയചിട്ട പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊന്നും, സമയചിട്ട അഥവാ സമയനിഷ്ഠ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊന്നും അഹമ്മിയത്തൊന്നും നിനക്കറിയില്ലേ? മാ യംനഉക മിനൽ വുസൂലി ഇലൽ മദ്റസതി ഫിൽ മൗഇദ്, സമയത്ത് തന്നെ, ഫിൽ മൗദ് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ സമയത്ത് തന്നെ സ്കൂളിൽ എത്താൻ നിനക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഖാമ ഷഫീഖുൻ അമാമൽ മുദർരിസി, സോമിത്തൻ എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ ഷഫീഖ് അധ്യാപകന്റെ മുന്നിൽ നിന്നു. വദരിഫത്ത് ഐനാഹു, അവന്റെ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, അവൻ കരയാണ്. വർത്തഅദത് ഷഫതാഹു, അവന്റെ ചുണ്ട് ഇങ്ങനെ വിറച്ചു. കഅന്നഹു യുആനി മിൻ ഇദ്ദതി മശാക്കിൽ, ഏതുപോലെ അവൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് പോലെ, അഥവാ അവനൊന്നും മിണ്ടാൻ കഴിയാതെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്, അഥവാ കരയുന്നുണ്ട്. വർത്തഅദത് ഷഫതാഹു, ചുണ്ട് ഇങ്ങനെ വിറക്കുന്നുണ്ട്, അവനിങ്ങനെ പറയണമെന്നുണ്ട്. കഅന്നഹു യുആനി മിൻ ഇദ്ദതി മശാക്കിൽ, അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് അവൻ അധ്യാപകന്റെ മുന്നിൽ നിന്നത്. അപ്പോൾ ഇത്രയാണ് ഈ അതിൻ്റെ തുടക്കം എന്ന നിലയിൽ എടുക്കുന്നുള്ളൂ. ഈ ഭാഗത്ത് വന്നിട്ടുള്ള പുതിയ പദങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. അതിൽ ഒന്ന് വാഖിഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, ഖജീൽ എന്ന് പറഞ്ഞാൽ നാണം എന്നാണ് അർത്ഥം, മുതഅഖിർ എന്ന് പറഞ്ഞാൽ ലേറ്റായി അഥവാ വൈകി, അഹമ്മിയത്ത് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം, മുവാലബത്തുൽ ഔഖാത്ത് എന്ന് പറഞ്ഞാൽ സമയനിഷ്ഠ, അതേപോലെ മൗഇദ് എന്ന് പറഞ്ഞാൽ കൃത്യസമയം. ഖാമ ഷഫീഖുൻ അമാമൽ മുദർരിസി സോമിതൻ പറഞ്ഞാൽ മൗനിയായി അഥവാ മിണ്ടാതെ. ദരിഫ എന്ന് പറഞ്ഞാൽ ഒഴുകി, ഐനാഹു കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിനാണ് അത് പറയാം. വർത്തഅദത് വിറച്ചു, ഷഫത്ത് ചുണ്ട്, ഷഫതാ എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടുകളും, മുഷ്കിൽ മശാക്കിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ തുടക്കമായിട്ടുള്ളത്. ഇനി ഇതിൽ നേരെ നമ്മളൊരു മസ്റഹിയത്താണ്, ഒരു ഡ്രാമയാണ്, ഒരു നാടകമാണ് വരുന്നത്. അപ്പോൾ അതിലെ ഷഖ്സിയാത്തുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിൻ്റെ തഅറഫു ഷഖ്സിയാത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇനി അടുത്ത ഭാഗം വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശരിക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അതിലെ പുതിയ പദങ്ങൾ വന്നത് നോട്ട്ബുക്കിലേക്ക് എഴുതും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.